മലയാളത്തിലെ മോസ്റ്റ് വൈലന്റ് ആക്ഷൻ ചിത്രം എന്ന വിശേഷണത്തോടെയാണ് മാർക്കോ എത്തിയത്. രക്തം ചീന്തിയ ഫോട്ടോകൾ ഉൾപ്പെടെ ചിത്രത്തിന്റെ പോസ്റ്ററുകളും വലിയ സൂചന നൽകിയിരുന്നു. സൂചനകൾ ശരിവയ്ക്കും വിധമായിരുന്നു മാർക്കോയുടെ തിയേറ്റർ കാഴ്ചകളും. ഓപ്പണിംഗിൽ 11 കോടിയോളം നേടിയ ചിത്രം വലിയ മുന്നേറ്റമാണ് തിയേറ്ററിൽ ഓരോ ദിവസവും ഉണ്ടാക്കുന്നത്. കേരളത്തിൽ റിലീസിന് മാർക്കോ 4.29 കോടിയാണ് നെറ്റ് നേടിയത്. എന്നാൽ മാർക്കോ ശനിയാഴ്ച 4.63 കോടി രൂപയാണ് നേടിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാർക്കോ ഓരോ ദിവസം പിന്നിടുമ്പോഴും കളക്ഷൻ റെക്കോർഡ് ഉയർത്തുന്നത് വമ്പൻ ഹിറ്റാകുമെന്ന സൂചനയാണ് നൽകുന്നത്. ഉണ്ണി മുകുന്ദന്റെ ആദ്യ 100 കോടി ക്ലബ്ബ് മാർക്കോ ആകുമോ എന്നാണ് ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഹനീഫ് അദാനി സംവിധാനം ചെയ്ത ചിത്രത്തിൽ തെലുങ്ക് നടി യുക്തി തരേജയാണ് നായികയായെത്തുന്നത്. തിരക്കഥയും ഹനീഫ് അദൈനി നിർവഹിക്കുന്ന ചിത്രം മാർക്കോയുടെ നിർമ്മാണം ഉണ്ണി മുകുന്ദൻ ഫിലിംസും ക്യൂബ്സ് എന്റർടൈൻമെന്റ്സും ചേർന്നാണ് നിർവഹിച്ചിരിക്കുന്നത്. ചന്ദ്രു സെൽവരാജാണ് ഛായാഗ്രഹണം. സംഗീതം നിർവഹിക്കുന്നത് രവി ബസ്റാണ്. ചിത്രത്തിൽ മറ്റു വേഷങ്ങളിലെത്തുന്നത് സിദ്ദിഖ്, ജഗദീഷ്, ആൻസൺ പോൾ, കബീർ ദുഹാൻ സിംഗ്, അഭിമന്യു തിലകൻ, യുക്തി തരേജ എന്നിവരാണ്. ഹനീഫ് അദൈനിയുടെ മിഖായൽ എന്ന ചിത്രത്തിൽ ഉണ്ണി മുകുന്ദൻ അവതരിപ്പിച്ച മാർക്കോ ജൂനിയറിനെ നായകനാക്കിയാണ് മാർക്കോ എത്തിയിരിക്കുന്നത്. പ്രൊഡക്ഷൻ കൺട്രോളർ ദീപക് പരമേശ്വരനാണ്. വൻ ഹിറ്റായി മാറുന്ന ചിത്രത്തിന്റെ PRO വാഴൂർ ജോസും പ്രൊമോഷൻ കൺസൾട്ടന്റ് വിപിൻ കുമാറുമാണ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.